ഇതെന്താ ചേച്ചി ഏത്തക്ക? ഏത്തപ്പഴം മലയാളികൾക്ക് ഏറ്റവും സുലഭമായിട്ട് കിട്ടുന്ന ഒരു ഫ്രൂട്ടാണ്. ഓക്കെ, അതിൻ്റെ ബെനിഫിറ്റ്സ് ഒക്കെ നമുക്കൊന്നൊന്ന് പറയാം. ഓക്കെ, ഏറ്റവും കൂടുതൽ പൊട്ടാഷ്യം അടങ്ങിയിട്ടുള്ളത്, ന്യൂട്രിയൻസ്, അതേപോലെ വൈറ്റമിൻ എ, ബി, സി ഒക്കെ അടങ്ങിയിട്ടുള്ള ഒരു ആഹാരമാണ് ഏത്തപ്പഴം എന്ന് പറയുന്നത്. ഏത്തപ്പഴം നമ്മൾ കഴിക്കുമ്പോൾ ഷുഗറുകാർക്ക്, അതായത് ഡയബറ്റിക്കുകാർക്ക് പഴുക്കാതെ തന്നെ പച്ചയ്ക്കുള്ള ഏത്തക്കായ കറി വെച്ച് കഴിക്കുന്നതോ അല്ലെങ്കിൽ പുഴുങ്ങി കഴിക്കുന്നതോ പച്ചയ്ക്ക് പുഴുങ്ങി കഴിക്കുന്നതൊക്കെ നല്ലതാണ്. ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിനും ഡയബറ്റിക്സ് പേഷ്യൻസിനും ഒക്കെ നല്ലതാണ്. കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ നല്ലതുപോലെ പഴുത്ത ഏത്തയ്ക്ക നെയ്ക്കകത്ത് ഒരു സ്പൂൺ നെയ്ക്കകത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കാമെങ്കിൽ ഹെൽത്ത് വണ്ണം വെക്കാനും ഒക്കെ നല്ലതാണ്. പിന്നെ മെലിഞ്ഞിരിക്കുന്നവർക്ക് ഈ ഏത്തക്ക, കറുത്ത ഏത്തക്ക കഴിക്കുന്നത് നല്ലതാണ്. ഈ കടയിലൊക്കെ കാണത്തില്ലേ കറുത്ത നല്ല പഴുത്തത്, അതാണ് ഞാൻ പറഞ്ഞത്. അത് കുട്ടികൾക്ക് കൊടുക്കുന്നത് നല്ലതാണ്. അതേപോലെ തന്നെ സാധാരണ മെലിഞ്ഞിരിക്കുന്നവർക്കൊക്കെ നന്നായിട്ട് ഇത് കഴിക്കുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ നമ്മുടെ കണ്ണിൻ്റെ കാഴ്ചശക്തി, വൈറ്റമിൻ എ ഒക്കെ ധാരാളം അടങ്ങിയിട്ടുള്ള ഒന്നാണ്. കണ്ണിൻ്റെ കാഴ്ചയ്ക്ക് വേണ്ടുന്ന അതൊക്കെ വൈറ്റമിനൊക്കെ അടങ്ങിയതാണ് ഈ ഏത്തയ്ക്ക എന്ന് പറയുന്നത്. അപ്പം എല്ലാവരും ഒരു ദിവസം ഒരു ഏത്തയ്ക്ക വെച്ച് കഴിക്കുന്നത് നല്ലതാണ്. ഡയബറ്റിക്സ് പേഷ്യൻ്റ് അധികം പഴുക്കാത്തത് പച്ചയ്ക്ക് കഴിക്കുന്നത് നല്ലതാണ്. മോളെ, വിളർച്ചയുള്ളവർക്ക് നല്ലൊരു ആഹാരമാണ് ഏത്തപ്പഴം. അതേപോലെ തന്നെ നമ്മുടെ സ്കിന്നിന് ഗ്ലോ കിട്ടാനായിട്ട് ഒരു ആൻറ്റി ഓക്സിഡൻ്റാണ് ഏത്തപ്പഴം. അതേപോലെ എല്ലിന് ബലം നൽകുന്നു. അൾസർ പോലുള്ള വയറ്റിലുണ്ടാകുന്ന അസുഖങ്ങൾക്കൊക്കെ ഡൈജഷനൊക്കെ നല്ലൊരു ആഹാരമാണ് ഏത്തപ്പഴം. ചിപ്സ് കഴിക്കാവോ? ചിപ്സായിട്ട് കഴിക്കുവാണെങ്കിൽ ഈ ഒരു ബെനിഫിറ്റ്സ് ഒന്നും കിട്ടത്തില്ല. വെറുതെ ഒരു വറുത്ത എണ്ണയിൽ പൊരിച്ച ഒരു ആഹാരം കഴിക്കാവുന്നേ ഉള്ളൂ. ഒരു വൈറ്റമിൻസും ആ ചിപ്സിനകത്ത് അടങ്ങിയിട്ടില്ല. ചിപ്സ് കഴിക്കാതിരിക്കുന്നതാണ് നല്ലത്. കൊളസ്ട്രോളൊക്കെ കൂടത്തേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു ചേച്ചി, നല്ലൊരു വീഡിയോ ആയിരുന്നു. എന്നാൽ ഇത് മോള് കഴിച്ചോ. ഓക്കെ, താങ്ക് യു.